ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു 100K അക്കൗണ്ട് ചലഞ്ച് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആൽഫ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പേയ്മെൻറ്റ്സിൻ്റെ സെക്ഷനിൽ വരിക. നമുക്ക് വേണ്ട അക്കൗണ്ട് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ 100K ആണ് എടുക്കുന്നത്. അതുകൊണ്ട് 100K എന്നുള്ള ഓപ്ഷനിൽ ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീണ്ടും അക്കൗണ്ട് സൈസ് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ വീണ്ടും വരുന്നതായിരിക്കും. അവിടെ നമ്മൾ 100K കൊടുക്കുക. അതിനുശേഷം പ്ലാറ്റ്ഫോമാണ് മെറ്റാട്രേഡർ 5 ഉണ്ട്, സി ട്രേഡറും ഉണ്ട്. ഞാൻ ഓൾറെഡി മെറ്റാട്രേഡർ 5 യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് തന്നെ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാത്തവർക്ക് പുതുതായിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ സി ട്രേഡർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെറ്റാട്രേഡർ 5 തന്നെ എടുക്കാം. പിന്നെയുള്ളത് നമ്മുടെ കസ്റ്റമർ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ ഉണ്ടാവും, നമ്മുടെ പേര്, ഇമെയിൽ ID എല്ലാം. ദെൻ അത് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പണിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈസ്റ്ററിൻ്റെ കൂപ്പണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂപ്പൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂപ്പൺ കൊടുക്കാം. നമ്മളുടെ കൂപ്പൺ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് എടുക്കാവുന്നതായിരിക്കും, ഓഫർ ഇല്ലാത്ത ടൈമിലും. ദെൻ ഓർഡർ കൺഫർമേഷനാണ്, കോയിൻ പേയ്മെൻ്റ് ആണ്. അത് ചൂസ് ചെയ്യുക. നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. USDT ആണ് നെറ്റ്വർക്ക് എടുക്കുന്നത്. ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഓപ്ഷൻസ് എല്ലാം വരുന്നത് നമ്മുടെ ക്രിപ്റ്റോ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവർ നമുക്ക് ഇവിടുന്ന് ഒരു അഡ്രസ്സ് തരും. ഈ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. ഇത് ERC20 നെറ്റ്വർക്കിലാണ്. ഇവിടെ ഒരു എമൗണ്ട് അവർ പറയുന്നുണ്ട് 353.14 എന്നുള്ളത്. അതാണ് അവർക്ക് വേണ്ട എമൗണ്ട്. പിന്നെ നമ്മുടെ ബിനാൻസിൽ അവരുടെ ഒരു ചാർജ് കൂടി വരും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടുള്ളൊരു എമൗണ്ട് വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ കറക്റ്റ് എമൗണ്ട് ഇട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. ആ ക്യാഷ് അവിടെ സ്റ്റക്കായി പോകും. അത് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ കുറേ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ETS നെറ്റ്വർക്കും എല്ലാം മാച്ചിങ് ആയിരിക്കണം. ഈ ഒരു സെക്ഷൻ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് കൃത്യമായിട്ട് കോപ്പി ചെയ്തെടുക്കുക. അതിൽ പോലും തെറ്റ് വരരുത്. കാരണം നമുക്ക് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ക്രിപ്റ്റോയിൽ നടക്കുന്ന പ്രോസസ്സുകളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിനകത്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ബിനാൻസ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഈ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നേരെ ബിനാൻസിലേക്ക് പോകുന്നു. നമുക്ക് സെൻഡ് ബൈ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. കോപ്പി ചെയ്ത അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. നെറ്റ്വർക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ERC20 ആണ്. ദെൻ വിഡ്രോവൽ എമൗണ്ട് എത്ര രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കൂടുക. കാരണം ഇവിടെ നെറ്റ്വർക്ക് ഫീ കണ്ടോ, 9 USDT വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നമ്മളിവിടെ വിഡ്രോവലായിട്ട് കൊടുക്കാൻ. ദെൻ വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സെക്ഷനൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് തെറ്റുകളൊന്നും വരരുത്. എമൗണ്ട് ചൂസ് ചെയ്യുന്നതിനകത്തും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമ്മളെ വീണ്ടും കൺഫേം ചെയ്യുകയാണ്. ഇത് തന്നെ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കൺഫർമേഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ആ വെരിഫിക്കേഷൻ, ഫൈനൽ വെരിഫിക്കേഷൻ, അത് നമ്മുടെ തമ്പ് വെച്ചിട്ട്, അതായത് എന്താണോ ഇതിൻ്റെ പാസ് കീ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തമ്പ് കൊടുക്കുന്നു. സെക്യൂരിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയി. നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് എന്ന് കാണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുന്നത്തെ ആ പേയ്മെൻറ്റിൻ്റെ കിട്ടിയ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയി എന്ന് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഈ അക്കൗണ്ട് എടുക്കൽ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നമുക്കത് ആക്സസ് കിട്ടും. ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പിൻ്റെ ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ്, അതായത് പേയ്മെൻറ്റ് കംപ്ലീഷൻ ആയിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് കാണിക്കും. പിന്നെ നമ്മൾ ഫേസ് 1 പോവുകയാണ്. അതിൻ്റെ ചലഞ്ചസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിലുള്ളത്. പിന്നെ ആൽഫ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ളൊരു വീഡിയോ, അത് ഫ്രഷ് ആയിട്ടൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ക്ലയൻസിൻ്റെ വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.